ഹലോ, വരുൺ രാധികയുടെ അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീനാണ് രാധികയും വരുണും ഒന്നാവുന്നത്. പ്രിയങ്കയല്ല രാധികയാണ് ഞാൻ സ്നേഹിച്ചെന്ന കാര്യം മനസ്സിലാക്കുന്ന ആ ഒരു സീനിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇത്. പ്രിയങ്ക വരുണിന്റെ ഭാര്യയായി ആ വീട്ടിൽ നിൽക്കുന്നതിന് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ശരത്ത് പറഞ്ഞെടുത്ത പോലെ തന്നെ വരുണിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഹീറോയിൻ ആവുക, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. വരുണും ചേച്ചിയും എന്തു തന്നെ ആയാലും അവൾക്ക് യാതൊരു പ്രശ്നമില്ല. വരുണിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രിയങ്ക പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ പ്രിയങ്കക്ക് കൊടുത്ത കുറച്ച് സ്വർണ്ണാഭരണങ്ങളെല്ലാം അവൾ ശരത്തിന്റെ കയ്യിൽ കൊടുക്കാണ്. എന്നിട്ട് അത് വിറ്റിട്ട് ആ പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ട് സിനിമ പിടിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ തന്നെ. എന്നാൽ ഈ കൽപ്പന ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയങ്ക ഇവിടേക്ക് വന്നത് ഒരു സിനിമാ പ്രേമിയാണെന്നും അവൾ ഒരു ഹീറോയിൻ ആവുന്നതാണ് അവളുടെ ലക്ഷ്യമെന്നും അവൾ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാൻ കിട്ടിയൊരു ചാൻസാണ്. അതിനുവേണ്ടി കൽപ്പന അവളെ പിരിക്കറ്റുന്നുണ്ട്. നീ ഒരു സിനിമ ഹീറോയിൻ ആവണം, അതി കണിമകൾത്തക്കാർക്ക് എല്ലാവർക്കും അഭിമാനമായിരിക്കും. ആരും ഇതൊന്നും അറിയണ്ട. പെട്ടെന്നൊരു ദിവസം നീ ഹീറോയിൻ ആവുമ്പോഴേ എല്ലാവരും ആശ്ചര്യപ്പെടും, നിന്നെ അഭിനന്ദിക്കും. അങ്ങനെല്ലാം പറഞ്ഞ് അവളെ കൂടെ തന്നെ നിൽക്കുക. പ്രിയങ്ക ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം അവളൊരു ആൽബത്തിൽ അഭിനയിക്കാൻ പോവാണ്. കൽപ്പനയോട് അറിയുന്ന ഒരാളായിരിക്കും പ്രൊഡ്യൂസർ. അങ്ങനെ പണം കൊടുത്ത് അതിൽ അഭിനയിക്കുന്നുണ്ട്. രാധികയുടെ താമസം കണിമംഗലത്ത് തന്നെയായിരിക്കും. അവിടുത്തെ ഓരോ ചടങ്ങിനൊക്കെ ആയിട്ട് രാധിക അവിടെ തന്നെയായിരിക്കും. ഈ സമയം വരുണും രാധികയും ഒരുപാട് അടുക്കുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് പകരം വരുണിന്റെ അടുത്ത് എപ്പോഴും ആശ്വാസവാക്കുമായിട്ട് അവൾ തന്നെയായിരിക്കും. അങ്ങനെ വരുണിന്റെ അച്ഛന് സത്യം മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ വരുണിന്റെ അച്ഛൻ കുഴഞ്ഞു വീഴാണ്. പിന്നെ വരുണിന്റെ ഭാര്യ യഥാർത്ഥ ഭാര്യ രാധികയാണെന്നും അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാവരോടും തുറന്ന് പറയുന്ന മുമ്പ് തന്നെ ആ മനുഷ്യന് ഒരു ആട്ടവും അനക്കവും ഇല്ലാതെ ചലനശേഷി വരെ നഷ്ടപ്പെട്ട രീതിയിൽ കോമ സ്റ്റേജിൽ കിടക്കായിരിക്കും. അതുകൊണ്ട് ആ സത്യങ്ങളൊന്നും അവർ തുറന്ന് പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോവുക. ആ ആൽബം പുറത്തു വിടരുതെന്ന് പറയുന്ന പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ പുറത്തു വിടുക. പിന്നെ പിറ്റേ ദിവസം ന്യൂസിലും ടിവിയിലും എല്ലാം തന്നെ പ്രിയങ്കയുടെ ആൽബം ആയിരിക്കും. അവൾ ചെറുവേഷത്തിൽ അണിഞ്ഞ വളരെ സെക്സി മോഡൽ അണിഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സിലാണ് അവൾ ആ ഒരു ആൽബം അഭിനയിച്ചിട്ടുള്ളത്. കണിമംഗലത്തെ ടിവിയിൽ ഇതെല്ലാം കണ്ട എല്ലാവരും ഷോക്കാവാണ്. എന്താ ഇത്, വരുണിന്റെ ഭാര്യ ഇങ്ങനെ തുള്ളിക്കളിക്കുമോ, എന്തൊരു ചെറുവേഷമാണ്. അങ്ങനെ വരുണിന്റെ അമ്മക്കും അതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരാണ്. ഇവളെയാണല്ലോ ഇത്രയും കാലം സ്നേഹിച്ച് വളർത്തിയത്, ഇവൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നോ, നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ കണിമംഗലത്തെ അമാനം തന്നെ പോവാണ്. എല്ലാവരും ന്യൂസിലും എല്ലാം പറയുന്നുണ്ട്. കണിമംഗലത്തുകാർ ആരും അറിയാതെയാണ് അവിടുത്തെ കൊച്ചുമരുമകൾ ഈ ഒരു പണി ഒപ്പിച്ചത്. അവരാരും ഇതിന് സപ്പോർട്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് ആരും അറിയാതെ വന്ന് ആൽബത്തിൽ അഭിനയിച്ചെന്നും അത് ഹിറ്റായി എന്നൊക്കെ പറഞ്ഞ് വളരെ ആഘോഷമാക്കുകയാണ്. ഇത് കണ്ടതും ദേവനാരായണൻ നെഞ്ചു വേദനിക്കുന്ന പോലെ തോന്നി. അയാൾ ഒരു ഷോപ്പിലേക്ക് വെള്ളത്തിനായി കയറിയപ്പോഴാണ് അവിടുത്തെ ഒരു ടിവിയിൽ ഈ ഒരു വാർത്ത കാണുന്നത്. അത് തന്റെ പ്രിയങ്കയല്ലേ എന്ന് കരുതി നോക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാകുക എല്ലാവരെയും കമ്പളിപ്പിച്ചുകൊണ്ട് അവൾ വീണ്ടും ഇതിന് പുറപ്പെടുകയായിരുന്നു എന്ന്. അങ്ങനെ ദേവനാരായണ മനസ്സ് തകർന്നുകൊണ്ട് തന്നെ കണിമംഗലത്തേക്ക് എത്താണ്. ഈ സമയം തന്നെ പ്രിയങ്കക്ക് മനസ്സിലാവും തന്റെ ആ ഒരു വീഡിയോ ഫ്ലാഷ് ആയെന്നും കണിമംഗലത്തുകാരെല്ലാവരും അറിഞ്ഞെന്നും ഇനി താനിവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ടെറസിന് മുകളിലൂടെ ഒരു സാരിത്തുമ്പ് കെട്ടി താഴേക്കിറങ്ങിയ ഡ്രസ്സുകളായിട്ട് അവിടെ നിന്ന് ഒളിച്ചോടി പോവാണ്. അവളെ അന്വേഷിച്ച് ദേവനാരായണൻ വരുമ്പോഴൊന്നും അവരാരും കാണുന്നില്ല. ദേവനാരായണ പ്രിയങ്ക എന്ന് വിളിച്ച് അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് വരുന്നത്. എനിക്ക് ഇനി ഇങ്ങനെ ഒരു മകളില്ലെന്നും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ആ മകളെ നിങ്ങളെ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചത് അവൾ ഇമാതിരി പണി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞ് അവരുടെ എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയെ തല്ലാനായി റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ പ്രിയങ്കയില്ലെന്നും അവൾ അപ്പോഴേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞെന്നും എല്ലാവരും മനസ്സിലാക്കാണ്. അവൾ പോയി കഴിഞ്ഞല്ലോ, ആശ്വാസം. ഇനി വരുണന്റെ ജീവിതത്തിലേക്ക് റോഷിനിയെ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് കൽപ്പന. രാധികയും പറയുന്നുണ്ട് കൽപ്പനയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി ഈ വീഡിയോ എന്തിനു പുറത്തു വിട്ടെന്ന് ചോദിച്ച് പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി വരുൺ ചൊല്ലുന്നുണ്ട്. വരുൺ ചോദിച്ചപ്പോൾ അയാൾ പറയും ഞാൻ ഒരിക്കലും അത് പുറത്തു വിട്ടിട്ടില്ല, അതെങ്ങനെ പുറത്തു പോയെന്ന് എനിക്കറിയില്ല, ഇതിനെല്ലാം പിന്നിൽ കൽപ്പന തന്നെയായിരിക്കും. എന്നാൽ കൽപ്പന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. രാധികയും വരുണുമാണ് തമ്മിൽ പ്രണയമെന്നും അവർ തമ്മിലാണ് വിവാഹം കഴിച്ചത് കാര്യം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രിയങ്കയെ തുരുത്താൻ വേണ്ടി നോക്കിയത്. അതെന്തായാലും സൗകര്യമായി. ഒടുവിൽ ദേവനാരായണൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞു. അപ്പോഴേക്കും വന്നിട്ട് വരുണിന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, നിങ്ങളെ 2 പെൺമക്കളെ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു, നിങ്ങളുടെ മൂത്ത മോൾ ഒരിക്കലും അത്തരക്കാരിയല്ലെന്ന് ഞങ്ങൾ കണ്ടാൽ അറിയാം. അതുകൊണ്ട് നിങ്ങളെ മൂത്ത മകളെ എന്റെ മകന് വേണ്ടി തരുമോ, അവർ 2 പേരും ഒന്നായിക്കോട്ടെ എന്ന് കണ്ണീരോടെ പറയാൻ. അവർ 2 പേരും ആണ് ഒന്നാവാൻ തീരുമാനിച്ചതെന്നും വരുണിനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി രാധികയാണെന്നും അതിനോടകം ആ അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ദേവനാരായണന്റെ മുമ്പിൽ കൈകൂപ്പി അതിനാവശ്യപ്പെടുക. വളരെ സന്തോഷമുണ്ട്, എന്റെ ചെറിയ മകളെ പോലെയല്ല എന്റെ മോള് രാധിക
രാധിക അവളെ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. ഈ വീടിനെ പറ്റിയ മരുമകൾ അവൾ തന്നെയാണ്. എനിക്ക് പൂർണ്ണമായും സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് രാധികയുടെ വരുണിന്റെ വിവാഹം നടത്താൻ ദേവനാരായണ സമ്മതം കൊടുക്കാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ ഒരാൾക്ക് വളരെ അസൂയായിരുന്നു. അച്ചമ്മക്ക് ഒരിക്കലും അനാഥ പെണ്ണിന് ഇത്തരം ഒരു കാര്യം പറ്റില്ല, നടക്കാൻ പാടില്ല. അതിനുവേണ്ടി അച്ചമ്മ ഒരു കൊടും ക്രൂരത തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കണം. രാധിക ഒരു അനാഥ പെണ്ണാണെന്നും അവളുടെ വംശം ഏതാണെന്നും അറിയില്ല. ആചാരങ്ങളും വംശങ്ങളും നോക്കി നടക്കുന്ന നിങ്ങൾക്ക് ഇതൊരിക്കലും തെറ്റല്ലേ. എന്റെ ചെറിയ മകൾ നിങ്ങളോട് ചെയ്തിട്ട് വലിയ ക്രൂരതയാണ്. അവൾ കാരണം നിങ്ങൾ ഒരുപാട് അപമാനം സഹിച്ചു. ഇനി ഒരിക്കലും ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു അപമാനം പാടില്ലെന്ന് കരുതിയാ ഞാൻ ഈ സത്യം പറഞ്ഞത്. ദേവനാരായണന്റെ മോളൊന്നുമല്ല, അവളെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെ എടുത്തു വളർത്തിയതാണ് രാധികയെ എന്ന് പറയുന്നതോടു കൂടെ തന്നെ പിന്നെ വരുണിന്റെ അമ്മക്ക് അതങ്ങ് ആലോചിക്കാൻ തന്നെ വയ്യ. അവര് പറയുന്നുണ്ട്, അവരുടെ ഭർത്താവ് അപ്പോൾ വരുണിന്റെ അച്ഛനപ്പോൾ ഇങ്ങനെ കൊയിഞ്ഞു കിടക്കുക. അവരടുത്തേക്ക് വന്നിട്ട് എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്, ഞാൻ മക്കളുടെ വിവാഹം നടത്താമെന്ന് കരുതി അവൻ ഇഷ്ടപ്പെട്ട പെണ്ണാണ് രാധിക. പക്ഷെ കുലവും വംശവും അറിയാത്ത ഒരു പെണ്ണിനെ അവനെ ഭാര്യയാക്കി കൊടുക്കുക എങ്ങനെ എന്ന് ചോദിച്ചിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എത്ര സ്വർണവും പണവും തരാം, എന്റെ മകന്റെ ജീവിതത്തിൽ നീ ഒഴിഞ്ഞു പോകണമെന്ന് രാധികയോട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ ഷോക്കാവാണ്. രാധികയും വരുണും അല്ലാതെ സന്തോഷത്തിലായിരുന്നു. അവർ രണ്ടുപേരും എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് സന്തോഷത്തിലും ത്രില്ലിലായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് അവൾ ആകെ ഷോക്കാവുന്നത്. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ വീട്ടിലെ മരുമകളായിട്ട് കഴിഞ്ഞാൽ മതി, പറഞ്ഞിട്ട് എന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാണ്. ഈ സമയം അമ്മയും രാധികയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് അവിടെ വരുൺ വരുന്നുണ്ട്. എന്നിട്ട് വരുണ് അമ്മയോടായിട്ട് പറയും, എന്താ അമ്മ ഇത്, എന്റെ പൊന്നു മക്കളെ, എനിക്കറിയില്ലായിരുന്നു ഇവളുടെ വംശം ഏതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഒരു തീരുമാനം എടുക്കുക, നിങ്ങൾ രണ്ടുപേരാണ് ചേരേണ്ടത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. ഇത് എന്നതിനു ശേഷം അവർ രണ്ടുപേരുടെ വിവാഹത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കുക. ഈ സമയമാണ് ചലനമില്ലാതെ കിടക്കുന്ന അച്ഛൻ എണീക്കാണ്. എങ്ങനെയൊക്കെയോ അദ്ദേഹം ചലിക്കുകയും അതിന് എണീറ്റിരിക്കുക. എന്നാൽ ഗൗതം ഇത് കാണാണ്. രാജശേഖറും ഗൗതനും കാണുമ്പോൾ വീണ്ടും അയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. വയറ് പൊത്തിപ്പിടിച്ചിട്ടെങ്കിലും സത്യം എല്ലാവരോടും പറയണം, തന്റെ വരുണിന്റെ ഭാര്യ രാധികയാണ് സത്യം പറയണം. അതിനുവേണ്ടി അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം താഴെ വിവാഹത്തിനുള്ള കതിർമണ്ഡപമെല്ലാം ഒരുങ്ങി വിവാഹം കഴിക്കാണ്. എന്നാൽ അവിടേക്ക് വന്ന അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറയാണ്. ആ വരുണിന്റെയും രാധികയുടെയും വിവാഹം ഒരിക്കൽ കഴിഞ്ഞെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് കഴിയുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് അയാളുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്. എന്നിട്ട് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. അങ്ങനെ വരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്, അന്ന് മുഖം മറിച്ച് അവിടെ ഉണ്ടായിരുന്ന പ്രിയങ്കയില രാധികയുടെ കാര്യത്തിൽ തന്നെയാണ് താലി കെട്ടിയതെന്ന് അവന് പറയാണ്. ഒടുവിൽ നന്ദുവും തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. നന്ദുവും പറയാണ്, അതെ, ചേച്ചിയുടെ കാര്യത്തിൽ തന്നെയാണ് ഏട്ടൻ താലി കെട്ടിയത്, അല്ലാതെ പ്രിയങ്കേച്ചിയല്ല, പ്രിയങ്കേച്ചി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും പറയാണ്. ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. കണ്ണീരോടാണെങ്കിലും രാധികയെ നോക്കാണ്. രാധികയെ നോക്കിയിട്ട് എന്നിട്ടും നീ ഇതെല്ലാം മറച്ചു വെച്ചല്ലോ, എന്തിനാ നീ ഇത് മറച്ചു വെച്ചെന്ന് ചോദിച്ച് ദേവനാരായണൻ അവളോട് ദേഷ്യപ്പെടുമ്പോൾ അതെല്ലാം അച്ചമ്മക്കോ വേണ്ടിയായിരുന്നു, നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു, എല്ലാരെയും വേദനിപ്പിക്കാൻ ഞാൻ അറിഞ്ഞില്ല, എന്നോട് ഈ ക്രൂരത ചെയ്ത അച്ചമ്മയാണ്. നന്ദുവും ഏറ്റി പറയുന്നുണ്ട്. അച്ചമ്മയ്ക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവനാരായണൻ അവിടെ വെച്ചിട്ട്. അങ്ങനെ അച്ചമ്മ അസൂയമൂത്ത് നോക്കി നിൽക്കുക. വീണ്ടും വരുൺ സന്തോഷത്തോടു കൂടി തന്നെ രാധികയുടെ കഴുത്തിൽ താലി കെട്ടുകയും പരസ്പരം മാല അണിയിക്കുകയും ചെയ്യാണ്. വരുണിന്റെ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി സന്തോഷത്തിലാണ് ഈ സമയത്ത്. അങ്ങനെ ആദ്യ രാത്രി പാലുമായി വരുണിന്റെ റൂമിലേക്ക് ചെന്ന രാധികയോട് അവൻ ദേഷ്യത്തോട് സംസാരിക്കാം. എന്തിനായിരുന്നു എന്നെ ഇത്രയേറെ വേദനിപ്പിച്ചത്? നിന്റെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയെന്ന് കരുതി ഞാൻ ഇത്രമാത്രം വേദനിച്ചറിയോ? അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഒരു വാക്ക്, നിനക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നിന്റെ വരനായിട്ട് കണ്ണീരൊഴിക്കാൻ നീ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. നിന്റെ കാര്യത്തിലാണ് താലി കെട്ടിയെന്ന് പോലും അറിഞ്ഞിട്ടും നിന്റെ ഭർത്താവിനെ നീ എന്തിനാ ഇത്ര വേദനിപ്പിച്ചത്? ഇത് കേട്ടതും അവൾ വല്ലാതെയായി. അവൾ അവനെ തന്നെ നോക്കിയിട്ട് അവനോട് പറയും, അതെന്റെ അച്ഛന്റെ ജീവന് വേണ്ടിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അച്ഛന്റെ ജീവന് സമാധാനം പറയേണ്ടതെന്ന് കരുതിയിട്ടാണ്. അച്ഛനാണ് എന്നെ എടുത്തു വളർത്തിയത്, പക്ഷെ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ, അത് കരുതി മാത്രമാണ്. അപ്പോൾ നിനക്ക് നിന്റെ അച്ഛനാണ് വലുത്. നിന്റെ അച്ഛന്റെ വേദന, ഞാൻ അനുഭവിച്ച വേദനയും ത്യാഗമൊന്നും നിനക്കൊന്നും മനസ്സിലാവില്ല. നീ എന്നോട് എനിക്ക് ഈ പാലൊന്നും വേണ്ട, നീ അവിടെ പോയി കിടക്ക്, നീ എന്റെ ഭാര്യ തന്നെ ആയിരിക്കും. പക്ഷേ ഈ വരുണിന്റെ മനസ്സിപ്പോ കല്ലായി. ഇനി ഒരിക്കലും നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ എനിക്കാവില്ല. ഞാൻ കരുതിയത് നീ ഒന്നും അറിയില്ല, നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നെന്നാ. പക്ഷെ നിന്റെ കാര്യത്തിൽ താലി കെട്ടിയതാണെങ്കിൽ അതുപോലും നിനക്കൊന്ന് തുറന്ന് പറയാമായിരുന്നു. ഇത്രയും ദിവസം നീ എന്റെ മുമ്പിലുണ്ടായിട്ടും അതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവളോട് പരിഭവം കാണിക്കുക. ഈ പരിഭവമല്ല ഞാൻ മാറ്റിത്തരാം എന്ന് കരുതി അവന്റെ പുറകിലൂടെ പോയി അവൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കു വരണേട്ടാ, എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. ആ കൈയെല്ലാം തട്ടിക്കൊടുന്നുണ്ട് അവൻ വീണ്ടും ആ ബെഡിന്റെ അറ്റത്ത് ചെന്ന് കിടന്നുറങ്ങുന്നുണ്ട്.
അപ്പോൾ അവൾ വീണ്ടും അവനെ ഉണർത്താനായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യം തന്നെയാണ്, വലിയ കലിപ്പിൽ തന്നെയാണ്. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ് രാധിക അവനോട് പെരുമാറുന്നത്. അപ്പോഴും അവൻ നല്ല കലിപ്പിൽ തന്നെ. അവനാണെങ്കിൽ ഒന്നും അഴിഞ്ഞു കൊടുക്കുന്നില്ല. എന്നാൽ ഈ കലിപ്പും ദേഷ്യവും ഒക്കെ ഞാൻ മാറ്റുമെന്ന് തന്നെയാണ് കേട്ടോ. എന്നാൽ കുറച്ച് എപ്പിസോഡ് ശേഷം പറഞ്ഞു പഴയ പോലെ തന്നെ അവളോട് പെരുമാറാൻ തുടങ്ങി. അവരുടെ സുന്ദര സ്വർഗമായ ജീവിതത്തിലേക്ക് വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും കൂടെ കടന്നു വരികയാണ്. അതോടുകൂടി തന്നെ രാധികക്ക് വല്ലാത്ത വേദനയും അനുഭവപ്പെടുന്നതിന് രാധികയും അവനും പിണങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡാട്ടോ. ഇതിൻ്റെ അപ്കമിങ് എപ്പിസോഡ് ഞാൻ എല്ലാവരും ത്രില്ലോടെ കാത്തിരിക്കുന്നതാണ്. അവർ രണ്ടുപേരുടെയും വിവാഹം കഴിയുന്ന ആ ഒരു എപ്പിസോഡ്. അതുകൊണ്ടാണ് ഇടയിൽ വെച്ചിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് പറഞ്ഞത്. ബാക്കിയൊക്കെ ഞാൻ അടുത്ത റിവ്യൂലായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.